പൂരപ്പറമ്പുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് കൈനോട്ടം. പലതും പറഞ്ഞു പറ്റിക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കൈനോട്ടം. ഇതാ അത്തരത്തിലുള്ള ഒരു കൈനോട്ടം ഹാസ്യ രൂപേണ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ മുഖം നോക്കി ലക്ഷം പറയും കേട്ടാ. ഉള്ളതേ പറയത്തുള്ളൂ, പുള്ളി പറയാൻ മടി കാണിക്കത്തില്ല. 10 രൂപ തന്നാൽ 5 രൂപയുടെ കാര്യങ്ങൾ 2 രൂപയ്ക്ക് വെട്ടി തുറന്ന് പറയും. പറയട്ടാ, അല്ല ഈശ്വരനൊക്കെ ഒരുത്തന് കാണാനില്ലേ ഈശ്വര. മോനെ വന്നേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല ഐശ്വര്യം കെട്ട മുഖമാണ്, അല്ല ലക്ഷണം കെട്ട മുഖമാണ്. മഹാലക്ഷ്മിയാണ് മുഖത്തിരിക്കുന്നത്. ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത് കേട്ടാ. പറയട്ടെ, ഉള്ളതേ പറയത്തുള്ളൂ, പൊളി പറയാൻ മടി കാണിക്കത്തില്ല. 10 രൂപ തന്നല്ല 5 രൂപയുടെ കാര്യങ്ങൾ 2 രൂപയ്ക്ക് വെട്ടി തുറന്ന് അങ്ങ് പറയും. പറയട്ടെ, ബാക്കി 8 രൂപ, ബാക്കി 8 രൂപയ്ക്ക് ഒക്കെ കൂടി പറയും. പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ മോനെ? കയ്യിങ്ങ് കാണിച്ചേ. മകനെ, ശനിമണ്ഡലം, വ്യാഴമണ്ഡലം, നിയോജക മണ്ഡലം, കലാമണ്ഡലം 3 മണ്ഡലങ്ങളും ഒത്തുചേർന്നാ കിടക്കുന്നത്. അതുകൊണ്ട് കലയുമായി നല്ല ബന്ധമുണ്ട്. കലയായിട്ട് ബന്ധമുണ്ട്. ഏത് കല? അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കല. ആ കലയല്ല പറഞ്ഞത്, മറ്റു കലയായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇഷ്ടദേവ ഹനുമാനാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോന്റെ കണ്ടപ്പോ മനസ്സിലായി. മകനെ, കാലത്ത് പുട്ടും കടയിലല്ലേ കഴിച്ചത്? അതെങ്ങനെ മനസ്സിലായി? പുട്ട് ചിറയിലിരിക്കും, തട്ടിക്കളെ. പിന്നെ മകനെ, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഏതാണ് നാള്? പൂരം. പൂരം, ഉത്രം, അത്തം. ഉത്രം അത്തത്തിൽ വന്ന അത്തത്തിൽ പിത്തം പിടിച്ച് ചാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? മീനക്കൂറായതിനാൽ മീൻ ഉപയോഗിക്കരുത്, വറുത്തതാവാം, കുഴപ്പമില്ല. പിന്നെ ഭഗവാൻ കാലുമാറുമെന്ന് കരുതി വിഷസർപ്പത്തിന് വിളക്ക് വെക്കരുത് കേട്ടാ, ദോഷമാണ്. മാടപ്രാവിന്റെ മനസ്സാണ് മകനെ, പക്ഷേ മുട്ടനാടേന്റെയാണ് കേട്ടോ സ്വഭാവം. കയ്യിൽ വെച്ചോണ്ടില്ലെന്ന് പറയും, പക്ഷേ മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് കേട്ടാ. മനസ്സിലായ? കയ്യിലെ വെച്ചോണ്ടില്ലെന്ന് പറയും, പക്ഷേ മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് കേട്ടാ. കേട്ടാ, മനസ്സിലായില്ലേ? കൈ കൊണ്ട് കൊടുത്തില്ലെങ്കിലും കാല് കൊണ്ട് കൊടുക്കാൻ മടി കാണിക്കാത്തവനാണ് കേട്ടാ. മനസ്സിലായ? മകനെ, ആഴ്ചയിൽ 7 ദിവസം, ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളാണ് കേട്ടാ. കേട്ടാ, മനസ്സിലായ? തിങ്കളാഴ്ച ദിവസം നല്ല ദിവസം കേട്ടാ. ബാക്കി 4 ദിവസങ്ങൾ അത്ര നല്ലതല്ല കേട്ടാ. ബാക്കി 3 ദിവസങ്ങൾ അത്ര നല്ലതല്ല കേട്ടാ. മനസ്സിലായേ? മകനെ, എടുത്തു പറയേണ്ട എന്താന്ന് വെച്ചാൽ കഷ്ടകാലമാണ് കേട്ടാ. ചടേശോങ്ങനെ പടയ കട്ടെ നമസ്തുത പഞ്ചപട്ട. ഒന്നും മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. മകനെ, കഷ്ടകാലം എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി? 33. 4 കഴിച്ചു കഴിഞ്ഞാൽ 33, 4 47 കഴിച്ചാൽ 40, 32, 28. 28 പൊട്ടം എന്ന് കളിക്കുമ്പോൾ വട്ടത്തിൽ 8 ആവുമ്പോ മകനെ 32 വയസ്സ് മുതൽ കഷ്ടകാലമാണ് കേട്ടാ. 32 വയസ്സ് മുതൽ 43 വയസ്സ് വരെ. അപ്പൊ അത് കഴിഞ്ഞാലോ? മകനെ, 32 കഴിയുമ്പോ തെണ്ടി പിച്ച മാറി പൊളിച്ച് നീ ഒരു പരുവത്തിലാവും കേട്ടാ. 43 വയസ്സ് വരെ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ പിന്നെ രാജയോഗല്ലേ. ഈ തണ്ടലും പിച്ചിലൊക്കെ നിർത്താൻ പറ്റുമോ? തെണ്ടുമ്പോ നല്ല കാശല്ലേ, അത് നിർത്താൻ തോന്നില്ല. ഉയരങ്ങളിലേക്കാണ്, പിന്നെ നല്ല കളക്ഷനാണ് ദിവസം. മനസ്സിലായില്ലേ? മകനെ, എടുത്തു പറയണ്ട എന്തെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. മനസ്സിലായോ? കർക്കിടക മാസത്തിന്റെ ലക്ഷണങ്ങൾ എടുത്ത് പറയുന്നത് കരിമുകിൽ കാട്ടിലെ രചനത്തിന് വീട്ടിലെ കടത്ത് വെള്ളം യാത്രയാവും കേട്ടാ. അല്ല, അത് യാത്രയാവും. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, യാത്ര ആയിട്ടില്ല, യാത്രയാവും കേട്ടാ. പിന്നെ മകനെ, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ മകനെ, 3 മാസങ്ങൾക്ക് മുൻപ്, സിനിമയല്ല കേട്ടാ, 3 മാസങ്ങൾക്ക് മുമ്പ് മകന്റെ ഭാര്യ മറ്റൊരുവനുമായി ഒളിച്ചോടി പോയിട്ടുണ്ടല്ലേ. അതെങ്ങനെ മനസ്സിലായി? രേഖ പറയുന്നുണ്ട്. അവൾ എന്നെ പറ്റി എപ്പോഴും കുറ്റം പറയും. മകനെ, ആ രേഖയല്ല, പിന്നെ കയ്യിലെ രേഖ പറയുന്നുണ്ട്. ആയുർരേഖ. മനസ്സിലായില്ലേ? സത്യരേഖ. ഉള്ളതേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നോ, എന്ത് ചെയ്യുന്നുവെന്നോ, എപ്പോൾ തിരിച്ചു വരുമെന്നോ എല്ലാം ഇഷ്ടം അറിയാം മകനെ. ഇഷ്ടദൈവത്തെ മനസ്സിലാക്കി വീണ്ടും 10 രൂപ ദക്ഷിണ തരുമാന മകനെ ഗുണം തന്നെ. വേണ്ട, കൈ പറയുന്നുണ്ട് അവള് വരും. വേണ്ടേ? മകനെ, കൈ പറയുന്നു, രേഖ പറയുന്നു അവള് വരും. നോക്കൂ, രേഖ പറയുന്നു, അവള് വരും. അവളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രശ്നം ഉദിക്കണില്ലേ? അവള് വരും. വേണ്ട, തനിക്കെന്താ ഇത്? അവള് വരുന്നത് എന്താ? അവള് അങ്ങനെ വരാൻ പാടില്ലേന്ന്? അവള് വരണ്ട. അവള് പോയപ്പോഴും നമുക്കൊരു നല്ല കാലം ഉണ്ടായി. അവള് വരും. വേണ്ട, അവള് വരണ്ട. അവള് വരും. വേണ്ടടോ, അവള് വരടാ. എന്താണ് തനിക്കിത്രത്? ദുഷ്ട, അവള് പിന്നെ കൂടെ എന്നെ രക്ഷിക്കടാ. അയ്യോ, പ്രിയമുള്ളവരെ, മേളങ്ങളിൽ ഇന്ന്
ഏറ്റവും കൂടുതൽ കൊട്ടിക്കൊണ്ടിരുന്ന ഒരു മേളമാണ് ശിങ്കാരി മേളം. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വന്ന ഈ ശിങ്കാരി മേളം കേരളക്കരയാകെ മാത്രമല്ല ഇന്ത്യ തന്നെ ഒന്നടങ്കം കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതാ ഒരു ശിങ്കാരി മേളം കണ്ട നാളങ്ങളിലൂടെ ഹാസ്യരൂപേണ ഞങ്ങൾ അവതരിപ്പിക്കും. പ്രാസം ഒപ്പിച്ച് സംസാരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണം. ഉദാഹരണത്തിന് വഴിവക്കിൽ നടക്കുന്ന ഒരു വഴക്കായിട്ട് നമുക്കിതിനെ കാണാം. ഒരു പ്രാസം. എടാ എടാ അട്ടപ്പാടി 8 വീട്ടിലെ കുട്ടപ്പച്ചേട്ടന്റെ പട്ടിയെ മട്ട് പിടിപ്പിച്ച മട്ടുമതി കുട്ടപ്പച്ചേട്ടാ, പോട്ടെ പോട്ടച്ചപ്പം നീ എന്നിട്ട് വട്ടം തട്ടിയല്ലേ? 8ഉം പൊട്ടും തിരിയാത്ത 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടി 8ാമത് ഏലിക്കുട്ടി നിന്റെ ഹോട്ടലിൽ കുട്ടനാട്ടുകാരൻ കട്ടനടിച്ച വിഡ്ഡി പൊറോട്ട നീട്ടി പാട്ടിലേക്ക് സബ് നാട്ടിൽ പാട്ടുള്ള പട്ടി ആട്ടെ പോട്ടെ ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെ കൂടി കോട്ടപ്പടി ചെന്നപ്പോൾ തട്ടാൻ കുട്ടപ്പനെ നാട്ടുകാർ വട്ടത്തിൽ തട്ടിയ സബ് നാട്ടിൽ പാട്ടുള്ള ചട്ടപ്പോട്ടോ കുട്ട 8നെ പൊട്ടൻ ചേച്ച പൊട്ടനെ നാട്ടൻ ചായക്കൊരു പട്ടി മണിക്കൂർ 8 തൊണ്ട പൊട്ടുന്നുണ്ട്. ചാണ്ടിയുടെ കൈകൊണ്ടുകാരൻ മിണ്ടിയിട്ടില്ല കേട്ടോ ഓതണ്ട. പണ്ട് മുണ്ടയ്ക്കെതാലണ്ട വണ്ടിക്കകത്ത് വെച്ച് മുണ്ട് പൊക്കി കാണിച്ചിട്ട് ചാണ്ടി നിന്റെ തൊണ്ടയ്ക്ക് വെച്ച് പോകുന്ന വേണ്ട വേണ്ട കുണ്ടിതപ്പെടണ്ട. ഞഞ്ഞാ പിഞ്ഞാ മറിഞ്ഞ് തിരിഞ്ഞ് കുഴഞ്ഞ് പിഴിഞ്ഞ് ആളെ പിഴിഞ്ഞ് കിടക്കുന്ന കഞ്ഞി കുഞ്ഞുമ്മയുടെ കഞ്ഞിയിൽ മമ്മുഞ്ഞ പോലെ വാരിയിട്ട് കഞ്ഞികളോ നിങ്ങൾ ഉള്ളത് പറഞ്ഞ് ഉള്ളിഞ്ചിരിക്കും. കള്ളത്തരം പൊള്ളത്തരം കാണിച്ചിട്ട് ചള്ളക്കിട്ടും തള്ളിയ നേരം തള്ളപ്പെടുന്ന മുള്ളിയതും. പിന്നെ വെള്ളിയാഴ്ച പള്ളി വിട്ട് തിരിച്ചു വരുമ്പോൾ പള്ളം നിറയെ കള്ളടിച്ച് ചള്ളയിൽ വന്നപ്പോൾ വള്ളം കളി കാണാൻ പോകുന്ന പെൺപിള്ളേര് വള്ളക്കളിയല്ല വെള്ളക്കളിയാണ് നാട് മുഴുവൻ പാടയപ്പെടോ. മന്ദനായ സ്വന്തം തന്തയുടെ മോന്തയ്ക്ക് കുന്തം കൊണ്ട് കുത്തി അന്തനാക്കിയപ്പോൾ എന്ത് ഇന്ത്യയാടോ അന്തിക്ക് ചന്തയിൽ ചിന്തിച്ചിരിക്കുന്ന കോന്ത് ബന്ധു ചിന്തുവിന്റെ കയ്യിൽ ചിന്തൂരും ചാന്തുമേതി വീടിന്റെ മോന്തയിൽ ഏന്തി കയറി അന്തപ്പന്റെ പന്ത് പോലുള്ള മോന്തവിനെ നല്ല മന്ത് പോലുള്ള മോന്തയ്ക്കുന്നു. കുന്തിരിക്കാൻ വെച്ച് കത്തിച്ച് കാന്താകാന്തം നിൽക്കുന്ന ശാന്ത ബന്ധത്തി കുന്തം കുത്തി കുന്തം കൊണ്ട് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തംകുളത്തിൽ പറഞ്ഞ നന്ദന്റെ മൂത്ത മന്ദ ഞാൻ പറഞ്ഞു നൊന്തുമല്ലേ. ചില്ലി ചിക്കിന്റെ ബില്ലിന്റെ കാര്യം ചൊല്ലി മല്ലനും കൊല്ലനും തമ്മിൽ ചെവിയൊക്കെ തല്ലിപ്പോ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞല്ലേ കൊല്ലപ്പല്ലോ കൊല്ലം കണ്ടവർക്ക് ഇല്ല വേണ്ടെന്നാ ചൊല്ലേ. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറി തിന്നണം. ഗതി കേട്ടാ പുലി നിന്നോ ചില്ലി ചിക്കൻ തന്റെ മോളെന്താണോ ചെയ്ത് അതുകൊണ്ട് സത്യമലതാനം ആൺകുട്ടികളുടെ പൊട്ടവാക്ക് തൊട്ട് പഠിപ്പിക്കുന്ന കോട്ടം തടിച്ചില്ല. കഷ്ടപ്പെട്ട് പഠിച്ച് പല എക്സാം ജയിച്ച് പല കോളേജുകളും സഹപാഠികളോട് അധ്യാപകനോട് യാത്ര പറഞ്ഞ് വീട്ടിൽ വന്ന് റിസൾട്ട് ഉണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഉണ്ണിയാർച്ച നേരത്തെ ഉണർന്നു. ബെഡ് കോഫിയായ കട്ടൻ പെട്ടെന്നുള്ള അച്ചമ്മയ്ക്ക് എടുത്തു കൊടുത്ത് 1.5 ഗ്ലാസ് മധുരം കൂട്ടി അവളും തട്ടി. വെട്ടുമ്പോ ക്ഷേത്രത്തിൽ നിന്ന് 8 ദിക്കും പൊട്ടുമാറി ഉച്ചത്തിൽ പാറപ്പുറത്ത് ഉറച്ച പോലെ കടിച്ചാ പൊട്ടത്ത വാക്കുകൾ പാട്ടുകളായി ഉച്ചഭാഷയുടെ കേട്ടപ്പോൾ ബെഡ് കോഫിയെ കട്ടൻ കുടിച്ചിരുന്നു. വഴിപാട് പൊടി കെട്ടിയിട്ട് ഞെട്ടി. കോട്ടയ്ക്ക് ലാരിവതി സ്ഥലം വാങ്ങിയ ഇട്ടെണ്ണ മുട്ടെണ്ണ നീളമുള്ള മുടിയിൽ കൊട്ടി കട്ടിയുള്ള തോർത്ത് സോപ്പ് പെട്ടിയും എടുത്ത് ഒട്ടും തന്നെ ഭാവിക്കാതെ തൊട്ടടുത്തുള്ള കൈതത്തോട്ട് ചാടി പെട്ടെന്ന് കുളിപാസാക്കി. വീട്ടിൽ വന്ന് കുട്ടിക്കൂറ പൗഡർ തൊട്ട് ഒട്ടുന്ന പൊട്ടുന്നിട്ട് മുഖം കണ്ണാടിയിൽ നോക്കി മുറ്റത്തിരിക്കാൻ അമ്മ കൈക്കൊട്ടി പിടിച്ച മോളെ പ്രേതി എന്ന് പറഞ്ഞ പ്രേതങ്ങളൊക്കെ പ്രേതാലയത്തിൽ പ്രയാണം ചെയ്യുന്ന പ്രഹസനങ്ങൾ പ്രഹാരിയെ പോലെ പ്രശാന്തമ്മക്കിനോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രസക്തി പഞ്ചായത്ത് ഓഫീസിൽ പണി ചെയ്യുന്ന 5 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുഞ്ചമ്മ പുഞ്ചപ്പാളത്തിന്റെ പിഞ്ചു വരുന്ന സഞ്ചിയിൽ 5 മണിക്ക് ഇഞ്ചിയുമായി കൊഞ്ചു വരപ്പം മറ്റേ നെഞ്ഞൊന്ന് വിട്ടി. കഷ്ടകാലത്തിന് രക്ഷ നേടാൻ ഇഷ്ടങ്ങൾ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു. പൃഷ്ടാനുമതി കഴിഞ്ഞെങ്കിലും കഷ്ടിക്കുള്ള അഷ്ടിക്ക് വേണ്ടി അഷ്ടമിച്ചറിൽ ഇഷ്ടജൂമാണ് കഷ്ടകാലം ദുഷ്ട കുഷ്ടം വരും കഷ്ടം ഒന്ന് പോടാ ഇഷ്ട. എന്താ ഇഷ്ടായോ? ഇഷ്ടായില്ലേ? ഉണ്ടാവുന്നു വിചാരിക്കുക ചിരി കണ്ട മനസ്സിലായി. മനസ്സിലാവുണ്ട്. അപ്പോ ഞങ്ങള് ഇതിപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്.